ചിത്രേ, ഇതിനു മുമ്പ് നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പീഡന പരാതിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ നേർക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത്. ഷാഫി പറമ്പിൽ. ഷാഫിയാണ് എൻ്റെ ആശാൻ. ആശാന്റെ ആൾക്കാരായതുകൊണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഇത് പാലക്കാട് നിന്നും വരുന്ന ഒരു പീഡന പരാതിയാണ്. 3 മാസം മുമ്പാണ് ഈ ഒരു പരാതിക്ക് ആസ്പദമായ ഒരു കാര്യം നടക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത അച്ഛനും മകനും ഈ ഒരു പീഡന പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. മകന്റെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറാണ്. വത്സേട്ടൻ എന്നാണ് ഈ ഒരു പെൺകുട്ടി അതിജീവിത അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ വത്സേട്ടന്റെ പീഡന പരമ്പരയില് വത്സേട്ടൻ പീഡിപ്പിക്കാൻ കാരണമാക്കിയ ഒരു വിഷയം എന്ന് പറയുന്നത് എന്റെ പിന്നിൽ ഷാഫിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എന്താണ് ചിത്രക്ക് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തോന്നിയത്? ഇത് ആളുകൾ ചുമ്മാ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം മേ ബി, എനിക്കറിയില്ല. കാരണം ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരൊക്കെ പറഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ പേടിപ്പിക്കാനൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ വാർത്തകൾ, അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ബാക്കിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് മര്യാദക്ക് സംസാരിക്കാൻ കൂടെ അറിയില്ലാത്തൊരു കുട്ടിയാ. അപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള ആളുകൾ മിസ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടരുത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഞാൻ അയാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ഒന്നുമല്ല. അയാൾ ചെയ്തത് ഭയങ്കര തെറ്റാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കൂലേ. നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തോരം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുത്തു എന്നുള്ളതേ ആദ്യം എല്ലാവരും ചിന്തിക്കുള്ളൂ. എന്തൊക്കെ വന്നാലും ഇപ്പൊ ആ പരാതിയായിട്ട് പോയതും അല്ലെങ്കിൽ പോയതും എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ആ പെൺകുട്ടിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടി പെൺകുട്ടികളാണ്. കാരണം ആൺകുട്ടികൾ എല്ലാവരും ഒരേപോലെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. 3 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ 3 പ്രാവശ്യമൊക്കെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? നമ്മൾ പേടിച്ചിട്ട് പേടി കൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ പോലും രണ്ടാമത്തെ തവണയാകുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്നുള്ള രീതിയിലേക്ക് തന്നെ നമുക്ക് അത് വരുത്താൻ വേണ്ടി ഒരാൾക്കാരോട് ആരോടെങ്കിലും ഒന്ന് പറയാം. തീർച്ചയായും ഒരു തവണയൊക്കെ ആണെങ്കിലും ഓക്കെ. ചിത്ര, ഈ കേസില് ആദ്യ തവണ ഇയാള് കയറി കടന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. 2ാം തവണയും 3ാം തവണയാണ് ഈ ഭീഷണിപ്പെടുത്തി അതേ സ്ഥലത്തേക്ക് പോകുന്നത്. ബാക്കി ആദ്യ തവണ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു രൂപരേഖ നമുക്കൊന്ന് പറയുകയാണെങ്കിൽ, ഈ കഥ തുടങ്ങുന്നത് ഈ പെൺകുട്ടി ബ്യൂട്ടീഷ്യൻ പഠിക്കാനായിട്ട് പാലക്കാടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഈ പ്രക്ഷോഭ് വത്സൻ ഇദ്ദേഹത്തിന്റെ അച്ഛനെയാണ് ഇവർക്ക് പരിചയമായിട്ടുള്ളത്. അപ്പൊ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ പരിചയമുള്ള ആളെന്ന രീതിയിൽ നല്ല രീതിയിൽ അടുപ്പമുണ്ടായിരുന്നു, സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംസാര വേളയിൽ ഇയാള് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം സെറ്റാക്കി തരാം, അത്തരത്തിലൊരു വർത്താനം പറയുന്നു. ഈ പെൺകുട്ടി ഇവരുടെ ഒരു പരിചയമുള്ള ഒരു ചേച്ചിയോട് ഇത് പങ്കുവെക്കുന്നു. അങ്ങനെ അതൊരു അത്യാവശ്യം ഒരു ചെറിയ പ്രശ്നമാകുന്നു. അതിനുശേഷം ഇതേ അച്ഛൻ തന്നെയാണ് മകനെ ഈ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഈ സംഭവം മകനോട്, ഈ വത്സനോട് സംസാരിക്കുമ്പോൾ വത്സൻ പറഞ്ഞില്ല ഞാനെല്ലാം ഓക്കെ ആക്കാം. എന്നിട്ട് അച്ഛന് വേണ്ടി മകൻ മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം പിന്നീട് അച്ഛന്റെ റോൾ മകൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മകൻ പറയുന്നത് എന്താ, ജീവിതം വീണ്ടും സെറ്റാക്കി തരാം, ജോലി ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ഈ പെൺകുട്ടി പഠിക്കുന്ന സമയത്ത് ഇവര് പാർട്ട് ടൈം ജോലി തയ്യാറാക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി വിശ്വസിക്കുന്നു. പിന്നീട് ഒരു കാര്യമുണ്ട് ചിത്രേ, ഈ പെൺകുട്ടി ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇയാളെ വിളിക്കുന്ന സമയത്ത് ഭാര്യ കാണും, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കണ്ട എന്ന് ഇയാൾ പറയുമ്പോൾ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാൻ ജോലി ആവശ്യം മാത്രമല്ലേ? ഒന്ന് ആലോചിക്കണം, ഇയാളൊരു കൗൺസിലറാണ്. ഒരു കൗൺസിലർ ആയിരിക്കുന്ന ആളെ ജോലിക്ക് ആവശ്യമായി വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് സംശയിക്കേണ്ടിയിരിക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഒഴിവാക്കിയിട്ട് പിന്നീട് നമുക്ക് കാണുന്ന സന്ദർഭം എന്ന് പറയുന്നത്, ഇവർ കാണുമ്പോൾ ഇയാൾ കയറി കടന്നു പിടിക്കുകയും ഇയാൾ ആക്രമിക്കുകയും, പെൺകുട്ടിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ എന്നെ എല്ലാം ചെയ്തു, അങ്ങനെയാണ് ആ പെൺകുട്ടി പറയുന്നത്. അവർക്കത് വ്യക്തമാക്കി പറയാൻ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടറാണ് പറയുന്നത് കടന്നു പിടിക്കുക അല്ലെങ്കിൽ ആക്രമിച്ചു എന്നുള്ളത് വ്യക്തമായി പറയുന്ന റിപ്പോർട്ടറാണ്.
അപ്പോൾ അതിനുശേഷമാണ് ഷാഫിയുടെ പേര് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. പിന്നീട് പീഡിപ്പിക്കുമ്പോൾ പെൺകുട്ടിയാണ് പറയുന്നത് അവരുടെ ആശാനാണ് കൗൺസിലർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പേടിച്ചുപോയി, അപ്പോൾ MP-യുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, ഇതാണ് അതിനകത്തിൽ പറയുന്നത്. ഈ 3 മാസം മുമ്പൊക്കെ ചിത്ര ആലോചിക്കണം, ഇവിടെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള പീഡന പരാതികളൊക്കെ കറങ്ങി നടക്കുകയും അതിൻ്റെ ഒപ്പം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നിലപാടുകളും അതേപോലെ ആരോപണ വിധേയർക്കെതിരെ നല്ല നിലപാടുകളും സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ 3 മാസം മുമ്പ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് കേട്ട സമയത്ത് എങ്ങനെയെങ്കിലും ഷാഫിയിലേക്ക് എത്തിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫീല് തോന്നി ഈ ഒരു വാർത്തയ്ക്ക്. വത്സൻ ഇയാളോട് പ്രത്യേകിച്ച് അനുഭവമൊന്നുമല്ല, കാണിച്ചത് തോന്നിവാസം തന്നെയാണ്. കാരണം അത്തരത്തിലൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് അത് ദുരുപയോഗം ചെയ്യുക, പിന്നീട് അവരുടെ കുറവുകൾ മനസ്സിലാക്കി അത് മുതലെടുക്കുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഭാര്യ കാണും എന്നുള്ള രീതിയിലേക്ക് ഒരാള് പറയാണ് എന്നുണ്ടെങ്കിൽ ആതിരയ്ക്ക് എന്തായിരിക്കും, ആതിരയുടെ പ്രതികരണം എന്തായിരിക്കും? പിന്നീട് അയാള് എത്ര ജെനുവിനാണ് എന്നുള്ള രീതിയിലേക്ക് ആതിരയ്ക്ക് പോവാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്താണെങ്കിലും ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും? തീർച്ചയായും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഭാര്യ കാണും ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യ ഒരു സംശയരോഗിയാണ്, ആ രീതിയിലായിരിക്കും അവർ പറഞ്ഞു വെക്കാൻ പോകുന്നത്. പക്ഷേ ഞാനൊരു ജനപ്രതിനിധിയോടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇത്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോടൊരു ആവശ്യം പരാതിയും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇവര് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കള്ളത്തരം ഉള്ളപ്പോഴോ ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അവര് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതും ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുന്നതും. അപ്പൊ അവിടെ നിന്ന് തന്നെ ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം തന്നെ വിചാരിക്കേണ്ടതാണ്. പിന്നെ എന്താ പറയാ, ജോലിയുടെ കാര്യം ആലോചിച്ചും അല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൗൺസിലർ ഉണ്ട് അല്ലെങ്കിൽ MLA അങ്ങനത്തെ ഉള്ള കാര്യം പറഞ്ഞിട്ടൊക്കെ പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിനംപ്രതി ഓരോ ന്യൂസുകളും കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഒരു മനുഷ്യനോട് പുറത്ത് ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ ആകാവുന്നതേ ഉള്ളൂ. അതൊന്നും നോക്കാതെ എന്താ പറയാ പീഡനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്കറിയില്ല. ഈ 3 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം എന്തെങ്കിലും പറയുമ്പോ തന്നെ അത് നിർത്തേണ്ട സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അത് നിർത്തണം എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. അത് ഏത് പെൺകുട്ടികളായാലും അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും നമ്മളൊരു മുൻകരുതലുകൾ എടുക്കാറുണ്ട്. പക്ഷെ ഇവര് ആ ഒരു കാര്യമൊന്നും എടുത്തില്ല, അവര് പേടിച്ച് ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുക ചെയ്തത്. ആരോടെങ്കിലും ഒക്കെ പറയണമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മുതലെടുക്കുക. അപ്പൊ അതനുസരിച്ച് നിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഇയാളെ നന്നാക്കാൻ പറ്റുമോ? ഇല്ല. ചേട്ടാ ഇങ്ങനെയാണ് ഉപദേശിച്ചൊക്കെ നന്നാക്കാൻ പറ്റുമെങ്കിൽ അവരൊക്കെ എന്നേ നന്നായി പോയേനെ. ഈ അധികാരം മുതലെടുക്കുന്ന ആൾക്കാരെയാണ് ആദ്യം തല്ലേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടും ബാക്കിയുള്ള നേതാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവനെയാണ് ആദ്യം തല്ലേണ്ടത്. അത് വേറെ കാര്യം. പിന്നെ 10 ഗുണം 10 ഗുണം എന്ന് പറയും. അച്ഛൻ ചോദിച്ചതാണ്. മറ്റേ ഇതിനകത്ത് പറയണ പോലെ തന്തയേക്കാൾ മോശം എന്ന് പറയണ പോലെയാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്. അല്ല, ആ കുട്ടി എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ പീഡനം ആദ്യ തവണ ഒരു കൺസെന്റ് ഇല്ലാതെ കയറി കടന്നു പിടിച്ചിട്ടെല്ലാം ചെയ്യുക, അതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിനുശേഷം 2 തവണ ഇതേ അക്രമം ഉണ്ടായി. 3-ാം തവണയാണ് ഇവർ റെക്കോർഡ് ചെയ്യുന്നത്. 3-ാം തവണ ഇവര് ഫോണിൽ ഏതോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് ഫോൺ വെറുതെ വെച്ചാൽ തന്നെ ക്യാമറ റെക്കോർഡിങ് രീതിയിൽ അങ്ങനെ എന്തോ അവർ വെച്ചു. എന്നിട്ട് ആ വീഡിയോ ഇത് ഇവർ കൊണ്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് ഈ വീഡിയോയും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധി അവിടെ നിന്നുണ്ടായി. അല്ല, 3-ാം തവണ ആയപ്പോഴത്തേക്കും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം കൗൺസിലർ ആണ് അല്ലെങ്കിൽ അത്യാവശ്യം ഹോൾഡുള്ള ഒരാളാണ്. ഈ പെൺകുട്ടിക്ക് വെറുതെ ഒരു പരാതി ഉന്നയിച്ചു പോയി കഴിഞ്ഞാൽ വലിയ സാധ്യത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇയാൾ ആക്രമിച്ചു, അപ്പൊ ഇയാളുടെ മുഖം പുറത്ത് കാണിക്കാമെന്ന രീതിയിലായിരിക്കാം ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത്. പിന്നീട് ആ വീഡിയോയുടെ എന്താണ് കോണ്ടന്റ് എന്നൊന്നും നമുക്കറിയില്ല. അതിനകത്ത് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സംസാരത്തിലാണ് ഷാഫിയുടെ പേരിനകത്ത് വലിച്ചിരുന്നത്. കൃത്യമായി ഷാഫിയുടെ ശിഷ്യൻ ഷാഫിയാണ് ആശാനെന്ന് ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള ഒരു പീഡനം, അതാണ് പൊതുവെ മുന്നോട്ട് പോകുന്ന ഒരു വിഷയം. അതിനകത്തില്
ഇപ്പൊ ഇയാളുടെ പാർട്ടി ഏതാണോ ഇയാൾ ഇരിക്കുന്ന അവല്ലെങ്കിൽ അവര് ആരും പെർമിഷൻ കൊടുത്തിട്ടല്ല ഇയാൾ ചെയ്യുന്നത്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഇവര് ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഒരുപാട് നിർധനരായിട്ടുള്ള ആൾക്കാർ ഇവരെ കാണാൻ വരും. അതിനകത്തിൽ ഇത്തരത്തിലുള്ള ഈ അച്ഛൻ ഈ ചോദിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും. അച്ഛൻ എന്താ പറയുന്നത് അറിയോ? ഞാൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. ചോദിച്ചതിൽ കുഴപ്പമില്ല. അതെ, ഞാന് ഒരു അടുപ്പം വെച്ച്, കാരണം ഇവർ നിരന്തരം സംസാരിക്കുന്നവരാണ്, അടുപ്പമുണ്ട്, അത് വെച്ചിട്ട് ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടേക്ക്. ഈ വത്സന് തന്നെ അത്യാവശ്യം ഒരു 30 മുകളിൽ ഏജ് ഉള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ എന്തായാലും ഈ പെൺകുട്ടിയെക്കാട്ടിലും ഡബിൾ ഇരട്ടി ഏജ് ഉള്ള ഒരാളാണ്. കാരണം ഇത് അധികം പ്രായമില്ലാത്ത ഒരാളെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരാളാണ്. ഇത്തരം ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഒരു പരാതിക്കകത്ത്. ഫാമിലി ഉള്ള ആൾക്കാരല്ലേ, അവരെ തൊഴുന്നു ഞാൻ. പിന്നീട് ഈ പെൺകുട്ടി ഇയാളെ അഭിസംബോധന ചെയ്യുന്നത് വത്സേട്ടൻ എന്ന് തന്നെയാണ് ഈ പരാതി പറയുന്ന സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടിയിൽ വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നി എന്നുള്ളത്. കാരണം ബാക്കിയുള്ളവരൊക്കെ പൊട്ടിത്തെറിച്ചും അങ്ങനെയൊക്കെ അല്ലേ തന്നെ പീഡിപ്പിച്ച ആളെ പറ്റി സംസാരിക്കുമ്പോൾ ഇവര് ആ ഒരു സംസാര ഭാഷയിലാണെങ്കിലും ഈ പാലക്കാടിന്റെ ഉൾനാടൻ ഭാഷകളൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഉൾനാട്ടിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർ എന്ന് പറയുമ്പോൾ പേടിച്ചു പോയി, അല്ലെങ്കിൽ MP എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് സപ്പോർട്ട് കിട്ടും എന്നൊരു ഫാക്ടർ അറിയാത്തത് കൊണ്ടായിരിക്കാം 3 തവണയും ഇതിന് ബാക്കി 2 തവണയും ഇരയാക്കപ്പെട്ടത്. ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഷാഫിയുടെ പിടലിക്കാണോ വരുന്നത്? ഇതിനു മുൻപ് രാഹുൽ ചെയ്തപ്പോഴും ഷാഫി, ഇപ്പോ ഈ പറയുന്ന പ്രക്ഷോഭ് ചെയ്തപ്പോഴും ഷാഫി. ഈ തന്റെ ശിഷ്യന്മാരൊക്കെ ഈ ഗണത്തിൽപ്പെട്ടവരാണോ എന്നാണ് ഇപ്പോ ഇടത് സൈബറിടങ്ങളിൽ ചിന്തിക്കുന്നത്. ഇത് മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ നേതാവിനിട്ടാണല്ലോ വരുന്നത് മുഴുവൻ. ഇവര് ശരിക്കും ഷാഫിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഷാഫി പറഞ്ഞിട്ടാണോ ഇവരൊക്കെ ഇതൊക്കെ പോയി ചെയ്യുന്നത്? അറിയില്ല. ഇനിയിപ്പം ഷാഫി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ആളുടെ ഒന്നും തന്നെ അങ്ങനെ പുറത്തേക്കൊന്നും വരാത്തോണ്ട് ആള് നല്ലൊരാളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മുകേഷ് ചെയ്യുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞിട്ടാ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവരുടെ ഇടകളിൽ ഈ ഇടതിനാത്തിലും BJP എല്ലായിടത്തും ഇത്തരം ആൾക്കാരുണ്ട്. ഇത് ഇപ്പൊ ഇവിടുത്തെ ഒരു നേതാവ് ചെയ്യുമ്പോൾ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് ഇത് ചെയ്ത്. എന്റെ നേതാവ് ശ്രീ നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിന്റെ ഭക്തനാണ് ഞാൻ, അതുകൊണ്ട് ഞാനിത് ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇയാളുടെ പ്രശ്നമാണോ അതോ ശ്രീ മോദിജിയുടെ പ്രശ്നമാണോ? നമ്മളിപ്പോ പറയാറില്ലേ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് കുറച്ച് മുന്നേ നിൽക്കുന്ന, അതായത് കുറച്ചൊരു നേതാക്കന്മാരെന്നുള്ള രീതിയിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത്രയും പിടിയുണ്ട്. അതായത് നമ്മള് മീശമാധവനിൽ കണ്ടിട്ടില്ലേ, ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചു നോക്കിട്ടെ എന്ന് പറയുമ്പോ എനിക്ക് അത്ര ഹോൾഡ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. അത് തന്നെ ഇതിനകത്ത് ഉള്ളൂ. ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാരൊക്കെ എനിക്ക് അവിടെ ഹോൾഡ് ഉണ്ട്, എനിക്ക് ഇവിടെ ഹോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ തട്ടിപ്പിക്കുന്നത്. പിന്നെ തട്ടിപ്പിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പം ആ കുട്ടീനെ ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല. ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം പണ്ടൊന്നും സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഒന്നും എന്താ പറയാ എല്ലാരിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ ചെയ്യണ്ടേന്നുള്ളത് അറിയില്ലാഞ്ഞിട്ടാണെന്നൊക്കെ വെക്കാം. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ പോലും ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തിനും ഏതിനും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസോ അല്ലെങ്കിൽ അതിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാനായിട്ട് കുറെ ആൾക്കാരുള്ള ഒരു സമയത്ത് ഇങ്ങനത്തെ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തന്നെ പറയാനുള്ളൂ. ശ്രദ്ധിക്കാം തീർച്ചയായും. പക്ഷെ എനിക്ക് ഈ ഒരു ന്യൂസിൽ തോന്നിയിട്ടുള്ളത് വത്സനേക്കാട്ടിൽ പ്രശ്നമായിട്ട് ഷാഫിയുടെ പേരാണ് എന്താ പറയുന്നത്. ഇത് ചിലപ്പോ ഷാഫി അടുത്ത കാലത്തായിട്ട് വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ. എല്ലായിടത്തും പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. റീൽസ് എടുത്ത് നോക്കിയാലേ ഷാഫിയാണ്, സോഷ്യൽ മീഡിയയിലെല്ലാം ഷാഫിയുടെ മുഖമാണ്. അപ്പോൾ ആ ഒരു മുഖത്തിന് ഇനി എന്തെങ്കിലും പറയാനായിട്ട് എന്തായാലും രാഹുൽ വിഷയം അവസാനിച്ചു. രാഹുൽ വിഷയത്തിന് ശേഷം വത്സൻ വിഷയമായി പാലക്കാട് കത്തുകയാണ്. അപ്പോൾ ഇതൊരു ചർച്ചയാകുമെന്നോ ഷാഫിയുടെ ഈ ഒരു പ്രചരണത്തിൽ ഒരു വിഷയമാകുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും മുഖ്യമന്ത്രിയിലേക്ക് എത്തിയ ഒരു പരാതിയല്ലേ, പനി അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ ഈ പരാതിയുടെ മുന്നോട്ട് എന്താണ്. ഇയാളെ പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും വത്സന് ഇനി വീട്ടിലിരിക്കാം. വത്സൻ പുറത്തായിട്ടുണ്ട്. അതെ, വത്സേട്ടൻ ഇനി വീട്ടിലിരിക്കും. ഇനി വത്സേട്ടന്റെ ഈ ഒരു സ്വഭാവ വൈകൃതം അനുസരിച്ച് അച്ഛനും മകനും എതിരെ ഇനിയും പരാതികൾ വരാൻ ചാൻസ് ഉണ്ട്.